ക്രിമിയിൽ പരിചയമായിത്തീർന്നത് ക്ഷമയെ ഞാൻ ചോദിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മീറ്റിംഗ് ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. ഞാൻ എല്ലാ വർഷവും പറയുന്നത് പോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം നമ്മളിവിടെ അവതരിപ്പിക്കുമ്പോൾ എല്ലാം തമാശ രൂപയിൽ മാത്രമേ എടുക്കാവൂ. ആരും ഗൗരവമായ ഒരു കാര്യവും എടുക്കരുത് എന്ന് ദൈവനാഥ് ഓർമ്മിക്കുകയാണ്. സമയത്തിന്റെ ഒത്തിരി പരിമിതികളുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചന്തോചിതമായി നടക്കണം. വാർത്ത ഇപ്രാവശ്യം എല്ലാവരും നല്ല ടെൻഷനിലായിരുന്നു. വാർത്തയൊക്കെ വായിച്ചവരുടെയൊക്കെ ഭീഷണിപ്പെടുത്തുമെന്നൊക്കെയുള്ള ഭയം ഉണ്ടായിരുന്നു. വാർത്ത ഒന്നുമില്ല. എല്ലാവരും റിലാക്സ് ആയിട്ടിരിക്കണം. അതുപോലെ തന്നെ സമയം അല്പം മുൻപോട്ട് പോയാലും ഇവിടെ സ്നാക്സ് കരുതിയിട്ടുണ്ട്. ഷുഗറൊക്കെ ഉള്ളവർക്ക് ഇടയ്ക്ക് സ്നാക്സ് തരും. അതുകൊണ്ട് അതിലൊന്നും ഭാരപ്പെടേണ്ട. അല്പസമയം നിങ്ങൾ ക്ഷമയോടെ നോക്കിയിരിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായി കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ആലപ്പുഴ വെസ്റ്റ് സെൻറ്ററിൻ്റെ ജോയിന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ജോയി അവറുകളാണ്. ദൈവത്തെ സ്തുതിക്കുന്നു. പലപ്പോഴും നമുക്ക് അദ്ദേഹം വളരെ സുപരിചിതനാണ്. ഞാൻ പരിചയപ്പെടുത്തുന്നതിന് തെറ്റാണ്. കാർത്തിക സഭയുടെ അംഗവും കൂടെ ആയിരിക്കുന്ന പ്രിയ ജോയിസോനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ പല മീറ്റിങ്ങുകളും അദ്ദേഹം കടന്നു വന്നിട്ടുണ്ട്. നമ്മളോട് ഒരുമിച്ച് നമ്മുടെ ഒരു ആളായി നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് നമ്മൾ പലപ്പോഴും അദ്ദേഹത്തെ കാണുകയും ക്ഷണിക്കുകയും ചെയ്യാറുള്ളത്. അദ്ദേഹത്തോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയും ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. അനുഗ്രഹിക്കുക. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ സജി ഓർപ്പിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വാർഷിക മീറ്റിംഗ് സൺഡേ സ്കൂളിൻ്റെയും UIPയുടെയും സ്വാതന്ത്ര്യ സമാജത്തിൻ്റെ സംയുക്ത വാർഷിക മീറ്റിംഗ് ആണല്ലോ. അത് നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ ആരംഭിക്കാം. ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥനയ്ക്കായിട്ട് പേര് വന്നിരിക്കുന്ന ബ്രദർ ജോൺ അവർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ജോൺ അനുഗ്രഹപ്പെട്ട ദിവസമായിട്ട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം നിങ്ങളുടെ ദിവസത്തിൽ മാത്രം ഒരു വർഷത്തിലേക്ക് നിങ്ങൾക്ക് ഒരു വർഷക്കാലം അതിനെല്ലാം വലിയവനായ ദൈവത്തിൻ്റെ വീഴ്ചകളൊക്കെ ഇന്നോട് ഞങ്ങൾ നടത്തിയ ദൈവത്തിന് ഞങ്ങൾ ആയിരമാരും പുതിയ വർഷം ഞങ്ങൾ സമാധാനം സന്തോഷം പ്രത്യാശയുടെ വർഷമായി തീർന്നു ദൈവം കടന്നു എല്ലാ മക്കളെ അനുഗ്രഹിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് ഞങ്ങളുടെ സഭയിലെ സമാധാനത്തിൻ്റെയും പ്രവർത്തനം നടത്തുന്നുണ്ടാവും. എല്ലാം വാഴ്ച അനുഗ്രഹിക്കണം. കാരണം നമുക്കാകെ പുതിയ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ആദ്യം ചെറിവുണ്ടാവണേ, കാവലുണ്ടാവണേ, എല്ലാവരും കൊണ്ടുനോക്കി താഴ്ത്തി ഏൽപ്പിക്കുന്നു. ചെറിവുണ്ടായി കേൾക്കുമാറാണ്. നമുക്ക് പൊതുവായിട്ട് ഒരു പാട്ട് പാടി കൊടുക്കുന്നു. എത്ര നല്ലവൻ ഈ മീറ്റിംഗിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സിസ്റ്റർ വാത്സമ്മയെ ക്ഷണിക്കും.
പറഞ്ഞാൽ APയുടെയും സൺഡേ സ്കൂളിൻ്റെയും സ്വാതന്ത്ര്യ സമയത്തിൻ്റെയും വാർഷികമാണ് ഇന്ന് നടക്കുന്നത്. അതിലേക്ക് ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നതാണ് എൻ്റെ കർത്തവ്യം. അതിലേക്ക് ആദ്യമായി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ സർവ്വബഹുമാനം അർപ്പിക്കുന്നു. അധ്യക്ഷനായിരിക്കുന്ന ജോയി സഹോദരനെ ഈ വാർഷികത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കുടുംബം സഹോദരനെ കടന്നു വന്നിട്ടുണ്ട്. ജോലിയെ പ്രത്യേകം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ സഭയിൽ നിന്ന് ജോലിക്കായി കടന്നുപോയി തിരിച്ചു വന്നിരിക്കുന്ന ഷാജി ബ്രദറെ, കുഞ്ഞുങ്ങളെ, ഷിജു കുടുംബം, എല്ലാവരെയും സഭയിലുള്ള സകല സഹോദരി സഹോദരന്മാരെ മാതാപിതാക്കളെ എൻ്റെ പേരിലെ വാർഷികത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ആശംസിച്ച വത്സമാവിക്ക് പ്രത്യേകം സ്വാഗതം അറിയിക്കുന്നു. ദൈവം നിശ്ചയിക്കട്ടെ. അടുത്തത് ഇവിടെ വെച്ചിരിക്കുന്ന സ്വാഗത പ്രസംഗമാണ്. ആരും ഉദ്ദേശിച്ചെന്ന് ഞാൻ അറിയത്തില്ല. അധ്യക്ഷൻ ലാസ്റ്റ് നമുക്ക് ഉപസംഹാരമുണ്ട്. ആ സമയത്ത് വെച്ചിരിക്കുന്നതായിരിക്കും. അത് റിപ്പോർട്ട് വായനയാണ്. റിപ്പോർട്ട് വായനയ്ക്കായിട്ട് സൺഡേ സ്കൂളിൻ്റെ ഉത്തരവാദിത്വം പ്രദർശിച്ചു. സൺഡേ സ്കൂളിന്റെ 2023-24 വാർഷിക റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. സദൃശ്യവാക്യങ്ങൾ 9:10. ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങളിൽ ലോകമോഹം കടന്നു കയറാതെ സൂക്ഷിക്കേണ്ടതും അവർക്ക് സുരക്ഷിതത്വം നൽകേണ്ടതും അധ്യാപകരുടെ കടമയാണ്. ദൈവത്തിന്റെ സ്നേഹത്തിൽ അവരെ നയിക്കേണ്ടതിനും ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവർ വിവേകം പ്രാപിക്കേണ്ടതിനും കുഞ്ഞുങ്ങൾ ദൈവത്തിനും പഠിക്കേണ്ടതിന്റെ ആവശ്യകത അവരെ മനസ്സിലാക്കുവാൻ സൺഡേ സ്കൂൾ പഠനം അത്യാവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ മാതാപിതാക്കളാണ് അവരുടെ മാതൃക. ജനിച്ചു വീഴുമ്പോൾ മുതൽ മാതാപിതാക്കളെയാണ് അവർ കാണുന്നത്. അവരാണ് കുഞ്ഞുങ്ങളുടെ റോൾ മോഡൽസ്. പിന്നെ മാത്രമേ അധ്യാപകർക്ക് സ്ഥാനമുള്ളൂ. മാതാപിതാക്കളും അധ്യാപകരും ഒന്നിച്ച് പ്രവർത്തിച്ചാൽ നല്ല കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുവാൻ കഴിയും. 2023-24 സൺഡേ സ്കൂൾ ക്ലാസുകൾ ഭംഗിയായി നടത്തുവാൻ ദൈവം സഹായിച്ചു. ഈ വർഷം സാങ്കേതിക കാരണങ്ങളാൽ കാലന്ത പരിശോധനയിൽ കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞില്ല. 2024 വാർഷിക പരീക്ഷ നവംബർ 17 നടത്തി. നല്ല വിജയം കുഞ്ഞുങ്ങൾ കരസ്ഥമാക്കി. പ്രാർത്ഥനയോടും കരുതലോടും കുഞ്ഞുങ്ങളെ ദൈവബോധമുള്ളവരാക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ ഗീവർഗീസ്, സിസ്റ്റർ സരസ്വതി, സിസ്റ്റർ സിസി എന്നിവർ അധ്യാപനം നടത്തുന്നു. പുതിയ വർഷത്തിലെ ക്ലാസുകൾ ഏറ്റവും അനുഗ്രഹമായി നടക്കേണ്ടതിനും പുതിയ കുഞ്ഞുങ്ങൾ കടന്നു വരേണ്ടതിനും എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും അപേക്ഷിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് അധ്യക്ഷന്റെ മുൻപാകെ സമർപ്പിച്ചുകൊള്ളുന്നു. സൺഡേ സ്കൂളിനെ പറ്റി ചെറുതെങ്കിലും ആശയസമ്പുഷ്ടമായ നല്ലൊരു റിപ്പോർട്ട് അവതരിപ്പിക്കുവാൻ പ്രിയമാവിനെ സഹായിച്ചു. തുടർന്ന് നമുക്ക് PYPയുടെ റിപ്പോർട്ട് കേൾക്കാം. അതിനായിട്ട് ഉത്തരവാദിത്തം പ്രദർശിച്ചു. സർവശക്തന്റെ കൃപ 2024 ആണ്ടിലെ IPC ഉദ്യോഗസ്ഥരുടെ PFA പ്രവർത്തനങ്ങൾ മികവുറ്റതായി നടക്കാൻ വലിയ ദൈവം സഹായിച്ചു. രക്ഷാധികാരിയായും സെക്രട്ടറിയായും പ്രവർത്തിച്ചിരുന്നു. 2024 വാർഷികം സൈക്കിൾ തോമസ് അധ്യക്ഷതയിൽ അനുഗ്രഹങ്ങളിൽ നടത്തുവാൻ ദൈവവിടയാക്കി. പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരും മീറ്റിംഗിൽ പങ്കെടുക്കാറുണ്ട്. എല്ലാ PFA അംഗങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമവും മാതാപിതാക്കളുടെ നിസ്സീമമായ സഹകരണവും അതിലുപരി സഭയുടെ വിലയേറെ പ്രാർത്ഥനയെ ദൈവകൃപയുമാണ് നമ്മുടെ PFA മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളത്
റിപ്പോർട്ട് നമ്മൾ കേട്ടല്ലോ. വാത്സല്യ സഹോദരനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇവിടെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് സഹോദരി സമാജത്തിൻ്റെ റിപ്പോർട്ടാണ്. അതിനുവേണ്ടി എല്ലാവർക്കും സ്നേഹവന്ദനം. 2023-24 സ്വാതി സമാജത്തിൻ്റെ വാർഷിക റിപ്പോർട്ട്. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവർ തൻ്റെ വീട് പണിയുന്നു, പൊച്ചത്തമ്മിലുള്ളവരുടെ സ്വന്തമായിട്ടുള്ള വിളിച്ചു സദസ്യമായിട്ട് വന്നാലും നമ്മുടെ ദൈവസഭയിലെ സ്ത്രീകളെ ശക്തീകരിക്കുകയും ദൈവത്തോടെ അടുപ്പിക്കുകയും ഭവനങ്ങളിൽ മാതൃകയായി ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതിനെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥനകളുടെ ആവശ്യകത മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടത് സഹോദരന്മാരാണ്. 2024 ആദ്യമായി 6/2/2024 സിസ്റ്റർ വിജയമ്മയുടെ ഭവനത്തിൽ സഹോദരിമാരുടെ മീറ്റിംഗ് നടന്നപ്പോൾ 16 ഭവനങ്ങൾ സുവിശേഷം പറയുകയും ട്രാക്റ്റുകൾ വിതരണം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നീട് 4 ഭവനങ്ങളിൽ കൂടി സഹോദരിമാരുടെ മീറ്റിങ്ങുകൾ നടത്തുകയും ആകെ 60 വീടുകൾ സുവിശേഷം അറിയിക്കുകയും ട്രാക്റ്റുകൾ വിതരണം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ വർഷം സ്വാതന്ത്ര്യാഴ്ചയായി 1350 രൂപയെ ലേലം ചെയ്തവരിൽ 4770 രൂപയും കിട്ടി. കൂടുന്ന ഭവനങ്ങൾ സഹോദരിമാർ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയും 2024 ഒക്ടോബർ 9 നടന്ന സെൻട്രൽ താലന്ത് പരിശോധനയിൽ നമ്മുടെ സഭയിൽ നിന്ന് 4 പേർ പങ്കെടുക്കുകയും 31 പോയിന്റ് നേടി റണ്ണേഴ്സ് കരസ്ഥമാക്കി. പ്രത്യേകമായി സിസ്റ്റർ സ്വർണ്ണമ്മ ജോർജിനെ വ്യക്തിഗത ചാമ്പ്യനായി ആലപ്പുഴ വെസ്റ്റ് ഡിസ്ട്രിക്റ്റിൽ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതിനെ പ്രത്യേകം സ്വാഗതം അർപ്പിക്കുന്നു. 2ാം സ്ഥാനം സിസ്റ്റർ VC മാത്യു കരസ്ഥമാക്കി. സിസ്റ്റർ സിസി തോമസ്, സിസ്റ്റർ അന്ന എബ്രഹാമും പങ്കെടുത്തു. സഭയിലെ സഹോദരിമാർ രോഗികളുടെ ഭവനങ്ങളിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. സഭയിലെ സഹോദരിമാരുടെ പരിപോഷിപ്പിക്കുവാനും അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും കർത്താവ് സഹായിക്കുന്നു. സഹോദരിമാരുടെ സെക്രട്ടറിയായ സിസ്റ്റർ വത്സനെയും ട്രഷററായ സിസ്റ്റർ സരസ്വതിയും ചുമതല വഹിക്കുന്നു. പുതിയ വർഷത്തിലെ മീറ്റിങ്ങുകൾ ഏറ്റവും അനുഗ്രഹമായി നടക്കേണ്ടതിനും എല്ലാ സഹോദരിമാരും മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതിനും എല്ലാവരും പ്രാർത്ഥനയും സഹകരണവും അപേക്ഷിച്ച്